അത് കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപിജിയെ തൃശ്ശൂർ കണ്ടപ്പോൾ അദ്ദേഹത്തിനോടും ഇത് കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മീറ്റിംഗിൽ വന്നപ്പോൾ അദ്ദേഹം നമുക്കൊരു ഉറപ്പ് തന്നിരുന്നു, LUP അല്ലെങ്കിൽ SUP, അതായത് ലൈറ്റ് അണ്ടർപാസ് വെഹിക്കിൾ പാസ് അല്ലെങ്കിൽ സ്മോൾ, രണ്ട് തരത്തിലുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ പാസ്സാവും എന്നുള്ള ഉറപ്പ് കൗൺസിലർമാരുടെ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഉറപ്പ് കൃത്യമായിട്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതേ ഉറപ്പ് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം ഒരു മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാജീവ് ചന്ദ്രശേഖർജി ചുമതലപ്പെടുത്തിയിട്ടുള്ള PK കൃഷ്ണദാസ്ജി ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ഥലത്തിന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ നിതിൻ ഗഡ്കരിജിയെ രാജീവ് ചന്ദ്രശേഖർജിയും അതുപോലെ തന്നെ PK കൃഷ്ണദാസ്ജിയും നേരിട്ട് സന്ദർശിച്ച് ഈ വിഷയം കൃത്യമായി പഠിച്ച് അത് അവതരിപ്പിച്ച് അത് അനുഭാവപൂർവ്വം ഇന്നലെ രാത്രി 12:30 ഞങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നത്. ഇവിടെ അടിപ്പാത ലഭിച്ചു എന്നുള്ളതിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇന്നലെ 12:30. നമസ്കാരം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ, ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ CI ഓഫീസിന്റെ ഭാഗത്ത് ഇവിടെ ഏകദേശം ഒരു 5000-ഓളം ആളുകൾ ജീവിക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇവരുടെ ഒരു വഴി തടസ്സപ്പെടുന്ന തരത്തിലേക്കുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവിടെ അവർക്ക് കൃത്യമായിട്ട് യാത്രാ സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയൊരു പ്രതിഷേധമൊക്കെ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് പ്രതിഷേധക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ഏകദേശം പരിഹാരമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ BJPയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജിതേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ജിതേഷ്, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു വലിയൊരു ആവലാതി ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള പരിഹാരമായിരുന്നു ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ സാഹചര്യം? ഈ വിഷയം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 4 വാർഡുകളെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ ഹൈവേ ഇവിടെ കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്നതിൽ 4 വാർഡുകൾ വരുന്നതെന്ന് പറയുന്നത് കാരൂർ വാർഡ്, ഐക്യരപ്പറമ്പ് വാർഡ്, OK വാർഡ്, അതേപോലെ തന്നെ ടെമ്പിൾ വാർഡ്, ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വരുന്നത്. ബാക്കി വരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എറിയാട് പഞ്ചായത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു 3-4 വാർഡ് കൂടി ഈ റോഡിനെ ആശ്രയിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത്. ഈ റോഡ് പ്രധാനമായിട്ടും ഈ പാരലായിട്ട് ഈ കാണുന്ന ഈ റോഡ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന കൂടുതലും ഭക്തർ, അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി, അതേപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ, ടൗണുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാന റോഡാണിത്. ഈ റോഡിന്റെ ഇവിടെ പുതിയ ബൈപ്പാസ് വന്ന സമയത്ത്, അതായത് PWD ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പണിത ബൈപ്പാസ് വന്ന കാലഘട്ടം തൊട്ട് ഇവിടെ സിഗ്നൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു സമരം നടന്നിരുന്നു. പിന്നീട് അത് വയോഡക്ട്, നമ്മുടെ എലിവേറ്റഡ് ഹൈവേ വേണം എന്നുള്ള ആവശ്യപ്രകാരം ഈ കർമ്മസമിതി, ഇപ്പോൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മസമിതി അന്നത്തെ കാലഘട്ടം തൊട്ട് തന്നെ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ സമരം നടത്തിയിരുന്നു. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടുത്തെ ഈ NHAയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ എലിവേറ്റഡ് ഹൈവേ നൽകാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇവർ ഒന്നാം ഘട്ട സമരം ഇവർ നിർത്തിയത്. ഈ ഒന്നാം ഘട്ട സമരം നിർത്തി കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ തുടങ്ങുന്നതാണ് ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള സ്ഥലമെടുപ്പും അതുപോലെ തന്നെ DPR കൺഫർമേഷനും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ നിലവിൽ യാത്രാ സൗകര്യത്തിനുള്ള വഴി ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം ഇവിടെ അടിപ്പാതയോ അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേയോ ലഭിക്കുകയില്ല എന്നുള്ളത് ഇവർ അപ്പോഴാണ് അറിയുന്നത്. അറിയുന്ന സമയത്ത് ഇവർ രണ്ടാം ഘട്ട സമരത്തിലേക്ക്, ഇപ്പോൾ ഏകദേശം 682 ദിവസം കഴിഞ്ഞു രണ്ടാം ഘട്ട സമരം തുടങ്ങിയിട്ട്. ഈ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി കൃത്യമായി എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ കൃത്യമായിട്ട് സമരം നടത്തുന്നത്. ഇതിൽ CPMന്റെ ഒരു വലിയ ഒരു ആരോപണം, BJP ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണവും ഫ്ലെക്സ് വെക്കൽ, ഇപ്പോൾ നമ്മൾ ഈ പുറകിൽ കാണുന്ന ഫ്ലെക്സ് എല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. CPM വെച്ചൊരു സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? നിലവിൽ CPMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിക്ക് ഏതൊരു പ്രോജക്റ്റ് വരുമ്പോഴും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഏതൊരു പ്രോജക്റ്റ് വരുമ്പോഴും അതിന്റെ DPR തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയുന്നതിനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവസരമുണ്ടായിരുന്നു. ആ അവസരത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഈ ഒരു വിഷയത്തിൽ തീർത്തും അലംഭാവമാണ് കാണിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരസഭയുടെ ഭാഗത്തുനിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അവരാകെ പറയുന്നത് അവരൊരു പ്രമേയം പാസ്സാക്കി എന്നുള്ളതല്ലാതെ മറ്റുള്ള എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉത്തരവും അവർക്ക് നൽകാൻ കഴിയുന്നില്ല. ഒരു പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ആവശ്യം നിറവേറാൻ പറ്റുമോ എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഭരണപരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അടിപ്പാത വരില്ല എന്നുള്ളതും ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇവർ
ഈ തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ഫ്ലക്സ് വെക്കലും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ തന്നെ MLA-യും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ സംഗമം നടന്നു. കാരണം ആ പ്രതിഷേധ സംഗമത്തിന് ആധാരം എന്ന് പറയുന്നത് ഒരു 2-3 മാസം, ഒരു 2-3 ആഴ്ച മുമ്പ് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പങ്കെടുത്ത കലുങ്ക് സൗഹൃദ സംവാദ സദസ്സ് ഉണ്ടായിരുന്നു. ആ സംവാദ സദസ്സിൽ ഒരു ലഘുവായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കൊടുങ്ങല്ലൂർ നിവാസികളുടെ ആഗ്രഹവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അടിപ്പാതയുടെ ആവശ്യം. ഈ അടിപ്പാതയുടെ ആവശ്യത്തിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു മറുപടിയാണ് ശ്രീ സുരേഷ് ഗോപി MP പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിലും ഒരു തെറ്റുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉത്സവാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപ്പാത ഇവിടെ അനിവാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ചോദിച്ച അതായത് ഈ ചോദ്യകർത്താവിനോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ DPR തയ്യാറാക്കുന്ന സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പ്രക്രിയകൾ നടക്കുന്ന സമയത്തും നിങ്ങളുടെ ഭരണാധികാരികൾ എവിടെ പോയി? അത് ചോദ്യമാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും നടത്താത്തത് കൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത്. ബഹുമാനപ്പെട്ട ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ MP ശ്രീ ബെന്നി ബെഹനാൻ, കാരണം ഈ അടിപ്പാതയുടെ വിഷയം ഇവിടെ 680 ദിവസമായിട്ട് നടക്കുന്നു. നമുക്ക് അറിയാൻ പറ്റും. കാരണം 2021 ബെന്നി ബെഹനാൻ ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ ലഭിക്കേണ്ടിയിരുന്ന വയോഡറ്റ് പാലം, ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്തപ്പുരയ്ക്ക് കുറച്ച് വടക്ക് വശം മാറി ഇങ്ങോട്ട് അവിടുത്തെ സെന്റ് തോമസ് ചർച്ചിന് മുൻവശത്തായിട്ട് ഏകദേശം 900 മീറ്റർ ദൂരത്തിൽ ഒരു വയോഡറ്റ് പാലം വന്നിരിക്കുന്നത്. ആ പാലം ശരിക്കും ഇവിടെ ലഭിക്കേണ്ട പാലത്തെയാണ് ബെന്നി ബെഹനാന്റെ ഇടപെടലോട് അവിടേക്ക് മാറ്റിയത്. ആ ബെന്നി ബെഹനാൻ അന്ന് നടത്തിയ ഇടപെടൽ ഈ 680 ദിവസം ഇവിടെ പൊടിയും ഈ പറഞ്ഞ രീതിയിൽ വെയിലും കൊണ്ട് ഈ സമരം നയിക്കുന്ന ആളുകളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ പാലത്തെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടത്. അപ്പൊ അത്തരത്തിലുള്ളൊരു നടപടിയെടുത്തുള്ള ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ പാലം പാസ്സായപ്പോൾ, അല്ലെങ്കിൽ ഈ അടിപ്പാത പാസ്സായപ്പോൾ അതിന് അവകാശവാദം ഉന്നയിച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാൻ കഴിയുക അല്ലാതെ വേറെ ഇതിൽ പറയാൻ വാക്കുകളില്ല. കൃത്യമായിട്ട് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ എല്ലാം ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ലേ? പിന്നെ തീർച്ചയായും. കാരണം 2017 കാലഘട്ടത്തിലാണ് ഇതിന്റെ ഒന്നാം ഘട്ട സമരം, അല്ലെങ്കിൽ ഈ ഒന്നാം ഘട്ട സമരം ഇവർ അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം 2021 DPR തയ്യാറാക്കി കഴിഞ്ഞ് 2022 ഒന്നാം ഘട്ട സമരം ആരംഭിച്ചപ്പോൾ തന്നെ സമരസമിതി നേതാക്കൾ, BJP-യുടെ മുൻമണ്ഡല നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടു. അതുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, നഗരസഭ അന്നത്തെ പ്രതിപക്ഷ നേതാവ് DT വെങ്കടേശ്വരൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ TS സജീവൻ, ON ജയദേവൻ, ഇവിടെ തന്നെ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറായിട്ടുള്ള പരമേശ്വരൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് നിതിൻ ഗഡ്കരിജിയെ കാണുന്നതിനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനുമായിട്ട് ഡൽഹിയിലേക്ക് യാത്ര നടന്നു. പക്ഷെ അവർക്ക് അതായത് അവരെ ദൗർഭാഗ്യശാൽ അവർക്ക് അന്ന് നിതിൻ ഗഡ്കരിജിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, അന്നത്തെ സാഹചര്യത്തിൽ അന്ന് നമ്മുടെ പാർലമെന്റിനകത്ത് ഒരു കളർ സ്പ്രേ എറിഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരിജിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ വരികയും, അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അവിടെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഗഡ്കരിജിക്ക് അവിടേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ അവർക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി ശ്രീ BL സന്തോഷിയെ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പാർട്ടിയുടെ നേതൃത്വം. അത് കഴിഞ്ഞ ശേഷം ഈ 2023-24 കാലഘട്ടത്തിൽ ഇതുമായിട്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഇപ്പോൾ 2025 ജനുവരി തൊട്ട് രണ്ടാമത്തെ ഫോളോ അപ്പ് വർക്കുകൾ തുടങ്ങി. കാരണം ആരാധനയായിട്ടുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം, ആരാധനയായിട്ടുള്ള ശ്രീകുമാർജി തൃശൂർ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനായി വന്നതിന് ശേഷവും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ചാർജ് അദ്ദേഹത്തിനായതുകൊണ്ടും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലും ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം അറിയാവുന്നത് കൊണ്ടും കൃത്യമായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഈ ഇടപെടലുകൾ നടത്തി, അതുപോലെ സമ്മർദ്ദങ്ങൾ നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടു. ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായി വന്നു. രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ സീഷോർ ഹോട്ടലിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു സൗഹൃദ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായിട്ട് സംസാരിച്ചു. ഈ വിഷയത്തിന്റെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ഇതിനെ ആശ്രയിക്കുന്നു, ഈ റോഡിനെ ആശ്രയിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിവേദനത്തിലൂടെയും അത് കൃത്യമായിട്ട് നമ്മൾ വരച്ച് കാട്ടിക്കൊടുത്തുകൊണ്ടാണ് അന്ന് ഈ വിഷയം അവതരിപ്പിച്ചത്. അനുഭാവപൂർവ്വം അദ്ദേഹം ഈ വിഷയം കേൾക്കുകയും ഈ വിഷയത്തിന് അടിയന്തരമായിട്ട് ഇടപെടുമെന്നും നമുക്കന്ന് ഉറപ്പ് നൽകേണ്ടത്. അത് കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപിജിയെ തൃശ്ശൂർ കണ്ടപ്പോൾ അദ്ദേഹത്തിനോടും ഇത് കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മീറ്റിംഗിൽ വന്നപ്പോൾ അദ്ദേഹം നമുക്കൊരു ഉറപ്പ് തന്നിരുന്നു, LUP അല്ലെങ്കിൽ SUP, അതായത് ലൈറ്റ് അണ്ടർപാസ് വെഹിക്കിൾ പാസ് അല്ലെങ്കിൽ സ്മോൾ
രണ്ട് തരത്തിലുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ പാസ്സാവും എന്നുള്ള ഉറപ്പ് കൗൺസിലർമാരുടെ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഉറപ്പ് കൃത്യമായിട്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതേ ഉറപ്പ് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം ഒരു മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാജീവ് ചന്ദ്രശേഖർജി ചുമതലപ്പെടുത്തിയിട്ടുള്ള പി കെ കൃഷ്ണദാസ്ജി ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ഥലത്തിന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ നിതിൻ ഗഡ്കരിജിയെ രാജീവ് ചന്ദ്രശേഖർജിയും അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ്ജിയും നേരിട്ട് സന്ദർശിച്ച് ഈ വിഷയം കൃത്യമായി പഠിച്ച് അത് അവതരിപ്പിച്ച് അത് അനുഭാവപൂർവ്വം ഇന്നലെ രാത്രി 12:30 ഞങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നത്. ഇവിടെ അടിപ്പാത ലഭിച്ചു എന്നുള്ളതിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇന്നലെ 12:30 കൃത്യമായി ഇത് ചുമതലപ്പെടുത്തിയുള്ള പി കെ കൃഷ്ണദാസ്ജി ഡൽഹിയിൽ പോയി ഇന്നലെ നിതിൻ ഗഡ്കരിജിയുടെ അതായത് നാഷണൽ ഹൈവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉറപ്പ് ലഭിച്ചു. അടുത്ത ദിവസം തന്നെ നമുക്ക് ഇതിന്റെ ഓർഡർ ലഭിക്കും. ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ദേശീയപാതയുടെ ഭാഗത്തു നിന്ന് കിട്ടിയുള്ള നമുക്ക് ഉറപ്പ്. CPM ഇത്രയും ദിവസം കാണിച്ചിരുന്ന വാദങ്ങളെല്ലാം പൊളിഞ്ഞു എന്നുള്ളത് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തീർന്നു അല്ലെ? ഇത് ഒരു 50 വർഷമായിട്ട് ഒരു നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇന്നും അവർ കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ജനങ്ങളോട് സംവദിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ പറ്റാത്തതുകൊണ്ട് ഇന്നും ജനങ്ങളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ജനങ്ങളോട് കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ, കാരണം ഈ 4 വാർഡുകളെ ബന്ധപ്പെടുന്ന ഈ ഒരു വിഷയത്തിൽ ഈ 4 വാർഡിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്താം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വ്യാമോഹം. ആ വ്യാമോഹമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ അവരെ പ്രതിഷേധ ധർണ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ MLA-യും അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുന്ന ഒരു വാദമാണ് ഇന്നത്തെ രാവിലത്തെ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം കൂടിയും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈ CPM-ന്റെ ഈ ഒരു വാദങ്ങളെല്ലാം വെറും രാഷ്ട്രീയത്തിന്റെ ഒരു പൊറോട്ട നാടകമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിപ്പോൾ BJP-യുടെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത് കൃത്യമായിട്ട് പരിഹരിച്ചിരിക്കുന്നു.